ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നാം മാത്തേരാൻ ഹിൽ വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്തിയെന്നില്ല, ഹില്ലിലെത്തി എന്ന് പറയാം. എന്റെ മോനെ, ഇവിടെ പൊടുക്കാത്ത ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. അതായത് ഏകദേശം നമ്മളെ ആ ടാക്സിക്കാരൻ നമ്മളോട് പറഞ്ഞ പോലെ തന്നെയാണ് 1 കിലോമീറ്റർ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത്ര കണ്ടില്ല എന്നാണ് അതിന് ശേഷം അയാൾ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഇവിടെ എത്താൻ നേരത്ത് ബ്ലോക്ക് കുറഞ്ഞിട്ടുള്ളത് ഇവരുടെ ചില ഐഡിയകളൊക്കെ അതിൽ ഉപയോഗിക്കും. കാരണം നമ്മളെ ഇന്ന് മാക്സിമം ക്യാഷ് വാങ്ങിക്കുക എന്ന് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. കാരണം ഒന്നാമത് ഇത്തരത്തിലുള്ള യാത്ര ചെയ്തു വരുന്നത് അറിയാത്ത ആളുകളാണ്. ഇവിടെ ഏകദേശം നല്ല വണ്ടികളും നല്ല മഴയുണ്ട്. ഞാൻ ഈ വീഡിയോ ഒക്കെ ഓൺ വോയിസ് ആയിട്ട് അപ്പോൾ തന്നെ ഒക്കെ റെക്കോർഡ് ചെയ്തതാണ് സംസാരിച്ചിട്ട്. പക്ഷെ അതൊന്നും മഴ കാരണം റെക്കോർഡായിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ മഴയല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ നല്ല ഗംഭീര മഴയുണ്ട്. താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല വെള്ളമുണ്ട്. മുന്നോട്ട് നമ്മൾ പോകുന്തോറും മഴയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അത്യാവശ്യം കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപ കേട്ടോ, 50 രൂപ. ഞങ്ങൾക്ക് രണ്ടാം കൂടെ 100 രൂപ ആയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ മുകളിൽ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമെന്ന് താഴത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ പറയും. അതായത് മുകളിൽ ചെന്നാൽ ഭക്ഷണം പിന്നെ വിശന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് അവർ പറയും. പക്ഷെ അത് എത്രത്തോളം ആണെന്ന് നമുക്ക് മുന്നോട്ട് നോക്കിയിട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം, വെള്ളം നമുക്ക് താഴെ നിന്ന് ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ വെറും 15 രൂപ മുതൽ 20 രൂപ വരെ ആവുള്ളൂ. ഇവിടെ 50 രൂപ കേട്ടോ ഒരു ബോട്ടിൽ വെള്ളത്തിന്, 50 രൂപ ഈ മഴയത്ത്. പിന്നെ അത് മാത്രമല്ല, റെയിൻകോട്ട് എടുക്കാത്തവർക്കായിട്ട് ഇവിടെ റെയിൻകോട്ട് ഉണ്ട്. റെയിൻകോട്ടിന് 50 രൂപ ഉള്ളൂ കേട്ടോ. അതാ 50 രൂപ ഉള്ളൂ. നമുക്ക് മാത്തേരാനിൽ നമ്മൾ എത്തിയത് കുറച്ച് വൈകിയിട്ടുണ്ട്. അതിനുള്ള കാരണം ഈ മഴ തന്നെയായിരുന്നു. ഗംഭീര മഴയാണ് മഹാരാഷ്ട്രയിൽ. ഞങ്ങൾ പൻവേലിലായിരുന്നു സ്റ്റേ. അവിടെ നല്ല മഴയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ കണ്ടോ, ഒക്കെ റെയിൻകോട്ട് എടുത്തിട്ട് ടീമായിട്ടും സെറ്റായിട്ടും സ്കൂളിൽ നിന്ന് വരെ ആളുകൾ കുട്ടികളൊക്കെ കൂട്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് റൈഡേഴ്സ് അവൈലബിൾ ആണ്. ഈ മാത്തേരാൻ എന്ന് പറയുന്നത് തന്നെ ഈ മഴ, നമ്മൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവണം. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചാറ്റൽ മഴകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു വൈബിൽ വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ അത്യാവശ്യ സാധനങ്ങൾ, റെയിൻകോട്ടൊക്കെ ഞങ്ങൾ ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ അധികം വലിയ വെയിറ്റ് ഒന്നും വരില്ലല്ലോ. പിന്നെ നമുക്കിവിടെ ഒരുപാട് രീതികളുണ്ട്. ഒന്ന് നടന്ന് കാണാം. രണ്ടാമത് കുതിരയെ 100, 150, 200 രൂപ വരെ കുതിര റൈഡായിട്ട് നമ്മളെ കൂടെ ആളുണ്ടാവും. അങ്ങനെ കുതിര ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ ഇവിടുന്ന് അവൈലബിൾ ആണ്. മാത്രമല്ല പിന്നെ റിക്ഷ ഉണ്ടല്ലോ, നമ്മൾ ആളുകൾ തള്ളിക്കൊണ്ടുപോലും റിക്ഷ, അതും അവിടെ തൊട്ട് ബാക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ എല്ലാ ഡയറക്ഷൻസിന്റെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എൻട്രി, മാത്തേരാന്റെ പിന്നെ ഈ ഒരു ഹിൽ വ്യൂ പോയിന്റിന്റെ എൻട്രി എന്നത്. ഓക്കെ, ഒരുപാട് ആളുകൾ കേട്ടോ. മലയാളീസ് നമുക്കിപ്പോ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. മുന്നോട്ട് എന്തായാലും ഉണ്ടാവും, മലയാളികൾ ഇല്ലാത്ത സ്ഥലമില്ല നമുക്ക്. ഫ്രണ്ട്സ്, ഈ മാത്തേരാൻ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്ക് അറിയാമായിരിക്കും. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അല്ലാത്തവർക്ക് ഈ സ്ഥലത്തെ കുറിച്ച് ഐഡിയാസ് കുറവായിരിക്കും. ഇവിടെ ടോയ് ട്രെയിനാണ് മെയിനായിട്ട് ഫേമസ് ആയിട്ടുള്ള സംഗതി. നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ, നേരാൽ നിന്ന് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ടോയ് ട്രെയിൻ ഇവിടേക്ക് അവൈലബിൾ ആണ്. അല്ലാത്ത പക്ഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടോയ് ട്രെയിൻ ഉപയോഗിക്കാം. കുറെ ആളുകൾ കണ്ടോ നല്ല മഴയത്ത്. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റിൽ മാത്രമാണ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാത്തവർ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടോ, ഇതേപോലെ പോയിട്ടാണ് എല്ലാവരും കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. പിന്നെ ഞാനൊരു ഇൻട്രോ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 3 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ഒരു മിഡ് ഭാഗത്തായിട്ട് കിടക്കുന്നത്. മിഡ് സൗത്ത് ആയിട്ട് വരും. ഇതിൽ 12 കോടി ജനങ്ങളാണ് താമസിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന ജില്ല എന്ന് പറയുന്നത് റായ്ഗഡ് ജില്ലയാണ്. അതായത് മഹാരാഷ്ട്രയെ 6 റീജിയണാക്കി തിരിച്ചിരിക്കുന്നു. ഈ 6 റീജിയണിലെ കൊങ്കൺ ഒരു ഡിവിഷനാണ്, പൂനെ ഒരു ഡിവിഷനാണ്, അതുപോലെ നാസിക്, ഔറംഗാബാദ് അങ്ങനെയൊക്കെ ഡിവിഷൻസ് ഉണ്ട്. ഈ
പൂനെ ഡിവിഷനിലാണ് നമ്മൾ ഈ മാത്തേരാൻ, പൂനെയാണോ അതോ ഇനി കൊങ്കണിന്റെ ഭാഗത്തുണ്ട് കേട്ടോ, രണ്ടിന്റെ ഒരു ഏകദേശം സെൻട്രലായിട്ട് വരും. അവിടെയാണ് ഈ മാത്തേരാൻ ഹിൽ വ്യൂ പോയിന്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2600 അടി ഉയരത്തിലാണ് ഈ ഹില്ല് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം കോടയാണ്. നമ്മൾ കയറി വരുമ്പോൾ കോടയാണ്. ഇവിടെ മഴ കാരണം ഇപ്പോൾ നമ്മളെ തൊട്ടടുത്ത് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ എല്ലാവരും നടക്കുന്ന ഒരു ഭാഗത്ത് നിന്നും വേറൊരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ നടക്കട്ടാ. കാരണം അവിടെയൊക്കെ നോർമൽ എല്ലാവരും വാക്കിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഞങ്ങളിവിടെ വേറൊരു വഴി കാണുന്നുണ്ട്, വെള്ളച്ചാട്ടവും ചെറിയ കുറച്ച് കുണ്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് കരുതി ഞങ്ങളൊക്കെ ഒന്നിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചുറ്റും ആരുമില്ല, ഭീകര ഒച്ച കേട്ടോ. വീഡിയോയിൽ ഞാൻ ആ സൗണ്ട് നമുക്ക് മഴ കാരണം ലഭിക്കാതെ പോയതാണ്. ക്യാമറേൻ്റെ മുകളിൽ ഫുള്ള് വെള്ളമായിട്ട് പോലും പെട്ടെന്ന് വൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറയുടെ ഒരു നല്ല ക്വാളിറ്റിയാണ്. കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോകണോ അതിന് എന്തെങ്കിലും കാണുണ്ടെങ്കിലേ പോയിട്ട് കയറുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് വ്യൂ പോയിന്റുകളൊന്നുമില്ല. ഇതേപോലെ കാടിനുള്ളിലൂടെ ഉള്ള ഒരു യാത്ര എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി താഴത്തേക്ക് പോകണ്ട, അവിടെ കുഴിയാണ്, നമുക്ക് മുന്നോട്ട് പോവാം. കുറഞ്ഞ സമയം മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ഒരു ഗ്രാമം, ഒരു ജില്ല എന്ന് പറയുന്ന ജില്ലയല്ല, ഒരു വില്ലേജ് തന്നെ നമുക്ക് കറങ്ങി നടക്കാനുണ്ട്. ഏകദേശം 5000 ആളുകളാണ് ഈ ഒരു ജില്ലയില്, ജില്ലയല്ല കേട്ടോ, ഈ ഒരു വില്ലേജിൽ താമസിക്കുന്നത്. നമുക്ക് എന്തായാലും മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം.